റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമം 91 തവണയാണ് മോസ്കോ തലസ്ഥാനമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പുടിൻ്റെ വീടിനോട് ചേർന്ന് ആക്രമണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വേനൽക്കാല വസതിക്ക് നേരെയാണ് ആക്രമണം എന്ന് റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്തു. വ്യോമാക്രമണം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തിയത്. പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യയുടെ സൈന്യത്തിന് അവസരത്തിൽ സാധിച്ചതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് തന്നെ റഷ്യയുടെ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പുറത്തു വന്നു. പുടിന് നേരെയുള്ള വധശ്രമം 91 തവണയാണ് നടന്നത് എന്നുള്ളതും ഉക്രൈൻ്റെ മാരകമായിരിക്കുന്ന കരങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നും ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകുമെന്നുള്ളതാണ് ആദ്യത്തെ റിപ്പോർട്ട് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മാരക യുദ്ധത്തിന് തയ്യാറാവുക എന്ന് റഷ്യ ഉക്രൈന് വെല്ലുവിളിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. കീവ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം റഷ്യയുടെ പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉക്രൈൻ ആക്രമണം നടത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമാണെങ്കിൽ പോലും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ സൈനികർക്ക്, അതായത് തങ്ങളുടെ സൈന്യത്തിന് സാധിച്ചു. ആയതിനാൽ പ്രസിഡന്റിന് യാതൊരുവിധ അപായങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ മണ്ടത്തരമാണ് ഉക്രൈൻ ചെയ്തത്. ഇനി ആ രാജ്യത്തിന് നേരെ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ മാത്രം ശക്തിയും ബലവും ഉക്രൈന് പിന്തുണക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കോ ഉണ്ടാവില്ല എന്നുള്ളതും റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിന് മറ്റൊരു തലങ്ങളും മറ്റൊരു രീതികളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 3-ലധികം തവണ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. ആ സമയത്ത് റഷ്യയുടെ പ്രസിഡന്റാണ്, അല്ലെ റഷ്യയാണ് ഇതിനെ പിന്നിലെന്ന് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ തെളിവില്ലാത്ത കാരണത്താൽ അതൊരു സ്ഥിരീകരണത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഉക്രൈന് സാധിച്ചിട്ടില്ല. എന്നാൽ റഷ്യയുടെ പ്രസിഡന്റ് നേരെ രണ്ടാമത്തെ പ്രാവശ്യമാണ് മാരകമായിരിക്കുന്ന ഈ വധശ്രമം നടക്കുന്നത്. ഒന്നിതിന് മുൻപ് ഒരു വെടിവെപ്പ് പോലെയുള്ള സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ അത്ഭുതകരമായ രീതിയിൽ പുടിൻ രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചു. ഇത് വളരെ കൃത്യമായ രീതിയിൽ തെക്കും കിഴക്കും പടിഞ്ഞാറും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരേ സമയത്തുള്ള ആക്രമണമാണ് 91 തവണ നടന്നത് എന്നുള്ളതാണ്. 100-ലധികം ഡ്രോണുകൾ അവരുടെ കൈവശത്തിലുണ്ടായിരുന്നു. എന്നാൽ 91 ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് എന്നാണ് റഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു രീതി പറയുന്നത്, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അമേരിക്കയ്ക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഇറാന് പങ്കാളിത്തമുണ്ട് എന്ന് പലതവണ ഉക്രൈൻ്റെ പ്രസിഡന്റ് ആരോപിച്ചതാണ്. അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ പറയുന്നു, അമേരിക്കയ്ക്ക് ഇറാൻ ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ വിദേശകാര്യമന്ത്രിയും അമേരിക്കയുടെ പ്രസിഡന്റും സംയുക്തമായ രീതിയിൽ തന്നെ നൽകിയതാണ് വ്യത്യസ്ത സമയങ്ങളിൽ. അതിലവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാന് സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അത് യൂറോപ്യന്മാരെ കുറിച്ചോ അമേരിക്കക്കാരെ കുറിച്ചോ ആണ് പറയുന്നത്. ഇസ്രായേലിലേക്ക് ഇറാൻ നൽകിയിരിക്കുന്ന തിരിച്ചടികൾക്ക് മാരകമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ്. അതവർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അത് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നയതന്ത്ര സമ്മർദ്ദം നടത്തുക, ഒറ്റപ്പെടുത്തുക, ഉപജീവന മാർഗം, സംസ്കാരം, രാഷ്ട്രീയം, സുരക്ഷാ സംവിധാനമായിരിക്കുന്ന മേഖലകളിലെല്ലാം അമേരിക്ക ഇടപെട്ടുകൊണ്ട് തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിനെയെല്ലാം നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് അതിജീവിക്കാൻ വേണ്ടി ഇറാൻ സാധിക്കും. പഴയ ഇറാനല്ല ഇപ്പോൾ നിലവിലുള്ള ഇറാൻ എന്നുള്ളത് അവർക്കറിയാതെ പോകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണികൾ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്ക്യാനും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചും വ്യത്യസ്ത സമയങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഉദ്ദേശിച്ച് തന്നെ പറയുന്നു. ഒരു ഏകാധിപതി ജനാധിപത്യത്തിലൂടെ വളർന്നു വന്നിരിക്കുന്നു. പറയുന്ന സമയത്ത് ജനാധിപത്യ സംവിധാനമാണ്, പ്രവൃത്തിയൊക്കെ ഏകാധിപത്യത്തിൻ്റെതാണ്. മറ്റൊരാൾക്ക് അഭിപ്രായമില്ലാതെ, മറ്റൊരാളുടെ അഭിപ്രായ സമന്വയത്തിൽ എത്താതെ, ചോദിക്കാതെ, ഈ പാർലമെൻറ്റോ സംവിധാനങ്ങളോ ഉപയോഗപ്പെടുത്താതെ, പ്രതിപക്ഷ കക്ഷികളുടെ പോലും നിലപാടുകളോ അഭിപ്രായങ്ങളോ മാനിക്കുക പോലും ചെയ്യാതെ ഒരു ഏകാധിപതി ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അയാളുടെ പേര് ഡൊണാൾഡ് ട്രംപ് എന്നാണ്. പറയുന്ന സമയത്ത് ജനാധിപത്യ ക്രിയയിലൂടെയാണ് അയാൾ അധികാരത്തിൽ വന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഏകാധിപത്യമാണ്. അയാളല്ലാതെ രണ്ടാമൻ ഒരാൾ എന്ന ഒരു നിലപാട് ഇല്ല എന്നുള്ളത് ജനാധിപത്യത്തെ പോലും കളങ്കപ്പെടുത്തുന്നതാണ്. ഇത്രക്ക് മൂർച്ചയേറിയിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ്റെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റിനെ ആക്രമിക്കാറുള്ളത്. അങ്ങനെ ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇറാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉക്രൈൻ വിട്ട്, അതായത് റഷ്യയും ഇറാനെയും ഒരേ സമയത്തിൽ ഒന്ന് ഭയപ്പെടുത്തണം എന്നുള്ളതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി ചെയ്യുന്ന ഉക്രൈൻ ആണെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം അമേരിക്ക ആണെന്നുള്ള കാര്യം സംശയമില്ല. ഖത്തറിനെ ആക്രമിച്ചത് ഇസ്രായേൽ ആണെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം
അമേരിക്കയാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. ഇറാൻ ആക്രമിച്ച് ഇസ്രായേലാണെങ്കിലും അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് അമേരിക്കയാണ് എന്ന് അറിയാവുന്നതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഉക്രൈനാണ് പ്രവർത്തിച്ചതെങ്കിലും പിന്നാമ്പുറം പ്രവർത്തിച്ചത് അമേരിക്കയാണ്. അത് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. അതിനുള്ള തിരിച്ചടി ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചോട് ഇറാൻ അത് പറഞ്ഞിരിക്കുന്നു. നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം അട്ടിമറിക്കുക, ഇവിടുത്തെ സൈനികരുടെ കമാൻഡർമാരെ വകവരുത്തുക, അങ്ങനെ പുതിയ ഭരണ സംവിധാനത്തെ കൊണ്ടുവരിക. വളരെ സില്ലി ആയിരിക്കുന്ന കാര്യമാണ് ഇറാനെ കുറിച്ച് കഴിഞ്ഞിട്ട് അവർ ആ വിഡ്ഢികൾ ഉദ്ദേശിച്ചത്. പക്ഷേ 12 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ സാധിച്ചു എന്ന്, 12 ദിവസം കൊണ്ട് ഒരു രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ലോകത്ത് തങ്ങളുടെ ഒരു സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യമാണെന്നും തങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തിൽ അതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ സാധിച്ച ദിവസമാണ് ഈ 12 ദിവസം. അതാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെതിരെ റഷ്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ നല്ലൊരു ശതമാനം ഇറാൻ്റെതാണ് എന്നതിനാൽ ഇറാൻ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യം തന്നെയാണ്. റഷ്യയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ റഷ്യയുടെ തലസ്ഥാനം എന്തെങ്കിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന സമയത്തെങ്കിലും മാത്രമേ കുറച്ചെങ്കിലും ഒരു നിയന്ത്രണം അവർക്കുണ്ടാവും. അതുകൊണ്ടാണ് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. എന്നാൽ ഇത് ഉക്രൈനെ ഇത് സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. ഉക്രൈൻ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അവർ പറയുന്നത് നുണപ്രചരണങ്ങൾ നടത്തുക മാത്രമാണ് റഷ്യ ചെയ്തത്, തങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ രാജ്യത്തുള്ള ആളുകളായിരിക്കും ആ പ്രവൃത്തികൾ ചെയ്തത് എന്ന തരത്തിൽ ഉക്രൈൻ ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ കാണാറുള്ള നുണപ്രചരണങ്ങൾ, കള്ളത്തരങ്ങൾ, പൊള്ളത്തരങ്ങൾ ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിലും നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ് ഈ കൊടിയ യുദ്ധത്തിനിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഒരു രാജ്യത്തിനെ ആക്രമിക്കുന്നു, എന്നിട്ട് ഞങ്ങളത് ചെയ്തിട്ടില്ല, അവർ നുണപ്രചരണം നടത്തുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു നാടൻ ശൈലിയിലൊക്കെ പറയുന്ന വളരെ ലാഘവത്തോടും വളരെ ലളിതമായിട്ട് രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ വളരെ ലോക്കലായിട്ട് സംസാരിക്കുന്ന ഒരു സമയമാണ് യുദ്ധം എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ആര് പറയുന്നു എന്നുള്ളത് സത്യമല്ല. ഇനി നമ്മൾ വായിക്കുന്ന റിപ്പോർട്ടുകളും നമ്മൾ കാണുന്ന വീഡിയോകളും അതും യാഥാർത്ഥ്യമാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് 91 തവണ ലോകത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായിരിക്കുന്ന റഷ്യയെ ആക്രമിച്ചിട്ട് അത് വളരെ എളുപ്പത്തിൽ നിസ്സാരമായ രീതിയിൽ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ സിമ്പിളായ രീതിയിൽ അത് കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഉറപ്പാണ്. 1 2 തവണയല്ല, 91 പ്രാവശ്യമാണ്. ഇപ്പോൾ ഒരു വലിയ യുദ്ധം ഉക്രൈന് നേരെ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തും. അത് കീവ് എന്ന് പറയുന്ന തലസ്ഥാന നഗരിയുടെ ഏകദേശം 7 മുതൽ 15% വരെ ഏറെക്കുറെ റഷ്യ കയ്യേറിയിരിക്കുന്ന പ്രദേശമാണ്. അവിടെ അവരുടെ സ്ഥിരവാസം ഉണ്ട് എന്നും പറയുന്നു. എന്നാൽ കയ്യേറിയ ഭാഗത്തുനിന്ന് അവർ ഒഴിഞ്ഞു വന്നിട്ടുണ്ട്. ആ മേഖലകളിൽ വലിയ സുരക്ഷാ സംവിധാനം ഉക്രൈൻ സർക്കാർ ഒരുക്കിയിട്ടില്ല എന്നും പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഇവിടെ ഈ റഷ്യയുടെ സൈന്യം കടന്നു പിടിക്കാൻ പാകത്തിൽ ആ മേഖല സംവിധാനിച്ചിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അങ്ങനെ വരുന്ന സമയത്ത് വീണ് കഴിഞ്ഞാൽ, കീവിനെ കീഴടക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് ഈ യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് അവിടെ ഉക്രൈനിൽ തുടരാൻ വേണ്ടി സാധിക്കില്ല. ഒന്നുകിൽ രാജ്യം വിട്ടുപോകണം, അല്ലെങ്കിൽ അമേരിക്ക അഭയം തുടങ്ങണം, അതല്ലെങ്കിൽ അദ്ദേഹം മരിക്കേണ്ടി വരും. അങ്ങനെയാണ് രാഷ്ട്ര തലവന്മാരൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. കൂടുതലും രാജ്യം വിട്ട് മറ്റു രാജ്യത്തേക്ക് അഭയം തേടലാണ്. നമ്മളത് ഈ സിറിയയിൽ കണ്ടിട്ടുണ്ട്, ബംഗ്ലാദേശിൽ കണ്ടിട്ടുണ്ട്, നേപ്പാളിൽ പിന്നെ ഒരാൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ജനങ്ങളെ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് എന്ന് ചുരുക്കം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ വർത്തമാന ലോക ചരിത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കീവ് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശക്തമായിരിക്കുന്ന ഒരു മുന്നേറ്റ ആക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതിനെല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ആകാശ യുദ്ധം എന്നാണ് ചില റിപ്പോർട്ടിൽ കാണുന്നത്. ആ യുദ്ധമാണ് ഇനി ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടുവരാനുള്ളത്. അഥവാ ഉക്രൈൻ്റെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും അതിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയെക്കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചും മനസ്സിലാക്കിയും കൊണ്ടുള്ള ഒരു അറ്റാക്കാണ് ഉണ്ടാവുക. അത് ഇസ്രായേലിനെ ആക്രമിച്ച അങ്ങനെയായിരുന്നു. ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രതിരോധ ശക്തി എത്രയുണ്ട് എന്നുള്ളതും അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം എത്രത്തോളം ശക്തിയുള്ളതിനെ പ്രതിരോധിക്കാൻ അതിന് ബലമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അതിനെയും തകർക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ ഇറാൻ നിർമ്മിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. അതുകൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈലുകൾ മഴ പെയ്യുന്ന പോലെ പെയ്തിരിക്കുന്നു. തടുക്കാൻ കഴിയാതെ അവിടെ തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ജീവനുള്ളവർ ഇറങ്ങി ഓടുന്ന ഭയാനകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇസ്രായേലിൽ ഈ പറയപ്പെട്ട 12 ദിവസം ഇറാൻ സൃഷ്ടിച്ചത് എന്ന് ഇസ്രായേലിൻ്റെ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ തങ്ങൾ കാണുകയോ കേൾക്കുകയോ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യാൻ പറ്റാത്ത വിധം അതിഭയാനകരമായിരിക്കുന്ന ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം റഷ്യയ്ക്ക് നേരെ നടത്തിയ
നടത്തിയിരിക്കുന്ന റഷ്യയുടെ പ്രസിഡന്റ് നേരെ നടത്തിയിരിക്കുന്ന വധശ്രമം നിസ്സാരമായിട്ട് റഷ്യ കാണുന്നില്ല. രാജ്യത്തിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണമാണ് എന്നതിനാൽ തന്നെ തിരിച്ചടി നിർബന്ധമായിട്ടും വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തെ അവർ പറയുന്നു. തലസ്ഥാന നഗരി തന്നെ ആവട്ടെ, അത് തന്നെ നമുക്ക് കീഴടക്കാൻ സാധിക്കുമല്ലോ, പിന്നെന്തിനാണ് മറ്റു നഗരത്തിലേക്ക് പോകുന്നത് എന്ന് റഷ്യയുടെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. ഏതായിരുന്നാലും ഉക്രൈന് നേരെ ഒരു ഭയാനകരമായിരിക്കുന്ന യുദ്ധത്തിന് റഷ്യ തയ്യാറെടുക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.